നമ്മൾ കാണാനിരിക്കുന്നത് ബെൽജിയത്തിലെ ഗ്രൂട്ട് പേജ് ഗാർഡൻ കാസിൽ, ഒരു രാജകീയ കോട്ടയോട് ചേർന്ന് ട്യുലിപ്പുകളുടെ മഹോത്സവം. ഞങ്ങൾ ഇതുവരെ ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ലാത്ത ഒരു പുഷ്പം, അതാണ് ട്യുലിപ്പ്. ട്യുലിപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് നേരെ നെതർലാൻഡ്സാണ് വരിക, അല്ലേ? പക്ഷേ കുറച്ച് പേർക്ക് മാത്രമേ അറിയൂ ബെൽജിയത്തിൽ ഒരു മനോഹരമായ ട്യുലിപ്പ് തോട്ടമുണ്ട്. അതാണ് ഗ്രൂട്ട് പേജ് ഗാർഡൻ കാസിൽ. ഈ കോട്ട 17-ാം നൂറ്റാണ്ടിൽ പണിതതാണ്. ഒരു ചെറിയ സ്റ്റോറി കേൾക്കണോ? 1900-കളിൽ ഈ കോട്ട സമീപമുള്ള ഒരു പൂന്തോട്ടക്കാരൻ നെതർലാൻഡ്സിൽ നിന്ന് ട്യുലിപ്പ് വിത്തുകൾ കൊണ്ടുവന്ന് ഇവിടെ ഉണ്ടാക്കിയതാ ആദ്യത്തെ ബെൽജിയൻ ട്യുലിപ്പ് ഗാർഡൻ. പിന്നീട് അതൊരു മഹത്തായ ഫ്ലവർ ഫെസ്റ്റിവലായി മാറി. ഇന്നിവിടെ 400-ലധികം വകഭേദത്തിലുള്ള ട്യുലിപ്പുകളുണ്ട്. ഈ ബെൽജിയത്തിലെ ഗ്രൂട്ട് പേജ് ഗാർഡൻ കാസിൽ ഒരു മാസം മാത്രമാണ് ഈ പൂന്തോട്ടം പൊതുജനങ്ങൾക്ക് തുറക്കുന്നത്. ഏപ്രിൽ മാസം മാത്രം. നിങ്ങൾ വിശ്വസിക്കൂ, ട്യുലിപ്പിന് ഒരിക്കൽ കാശിനേക്കാൾ വിലയുണ്ടായിരുന്നു. 1600-കളിൽ നെതർലാൻഡ്സിൽ ട്യുലിപ്പ് മാനിയ എന്ന ഫിനാൻഷ്യൽ പിളച്ചിലുണ്ടായിരുന്നു. ഒരൊറ്റ ട്യുലിപ്പ് ബൾബിന് ഒരു വീടിൻ്റെ വില തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ കാണുന്ന ട്യുലിപ്പുകൾ പർപ്പിൾ, ഓറഞ്ച്, ബ്ലാക്ക്, പിങ്ക്, വൈറ്റ് തുടങ്ങിയ നിറങ്ങളുടെ വിരുന്നാണ്. കുറച്ച് ട്യുലിപ്പുകൾ പാരറ്റ് ട്യുലിപ്സ് പോലെയുള്ള കേളി പെറ്റൽസ് ഉണ്ട്. ചില ട്യുലിപ്പുകൾ സൂര്യപ്രകാശം കൂടുമ്പോൾ തങ്ങളുടെ നിറം ചെറുതായി മാറ്റുന്നതും കാണാം. അതും ഞങ്ങൾ നേരിട്ട് കാണുകയാണ് ഇപ്പോൾ ആദ്യമായിട്ട്. ഇങ്ങനെ നേരിൽ നിന്ന് കാണുമ്പോൾ ഈ പുഷ്പം എന്തുകൊണ്ട് ചരിത്രത്തിൽ ഇത്ര വലിയ സ്ഥാനം ഉണ്ടാക്കിയെന്ന് മനസ്സിലാവും. വേറൊരു കഥ കേൾക്കണോ? ഒരിക്കൽ ഒറ്റ ട്യുലിപ്പ് പൂവ് കാണാൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ആളുകൾ ക്യൂ നിൽക്കുന്നത് പോലെ ഉണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. അത്ര ഭംഗിയുണ്ടായിരുന്നു ഈ പുഷ്പത്തിന്. ഒരു കോട്ടയും ഒരു പൂവിനും ഒരുമിച്ച് എത്ര ഭംഗിയുള്ള കഥ പറയാൻ കഴിയും?